എന്താ വാശി ചെയ്താ? അങ്ങനെ സ്വന്തം ഡ്രസ്സ് മാത്രമേ വാശി ചെയ്യുന്നുള്ള വാശിയൊന്നും എനിക്കില്ല കേട്ടോ. അതെ, എക്സാം കഴിയുന്നവരെ താൻ തന്റെ ജോലിയൊക്കെ ഒന്ന് കുറച്ച് പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടത്തെ ജോലിയൊക്കെ ഒരുവിധം അങ്ങ് നടന്നു പൊക്കോളും. ജോലിയൊക്കെ അങ്ങ് നടന്നോളും. പക്ഷെ സ്വന്തം കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും ഉണ്ടല്ലോ. എക്സാം ആണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? വീട്ടു ജോലികൾ ചെയ്യുന്നതേ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മൂരാച്ചിയൊന്നും അല്ല ഞാൻ. എടോ, വേണ്ടി വന്നാ തന്റെ ഡ്രസ്സ് വരെ ഞാൻ കഴുകി തരും. എന്തേ? ഓ, അത്രയും വലിയ സൗജന്യമൊന്നും വേണ്ട. എന്റെ ഡ്രസ്സ് കഴുകാൻ എനിക്കറിയാം. മതി മതി മതി, തർക്കിച്ചാ മതി. താൻ പോയി പഠിക്ക്. ഇതൊക്കെ ഞാൻ വിരിച്ചോളാം. വേണ്ട, ഞാൻ വിരിച്ചോളാം. എടോ, തന്നോട് പോവാനല്ലേ പറഞ്ഞത്? പോ, ഇത് ഞാൻ വിരിച്ചോളാം. ഇത് എന്റെ ഷർട്ടാണല്ലോ. ഒന്ന് നിന്നേ. എന്താ? എടോ, ഇത് എന്റെ ഡ്രസ്സല്ലേ? ഇതൊക്കെ വാഷ് ചെയ്യാൻ തന്നോട് ആരാ പറഞ്ഞു? അത് പിന്നെ ഇതവിടെ മുഷിഞ്ഞ് നാറി കിടക്കുന്ന കണ്ടപ്പോ ഞാൻ എടുത്ത് വാഷ് ചെയ്തു. അതിനിപ്പോ എന്താ കുഴപ്പം? എപ്പോഴായാലും ഞാനിത് കഴുകിയിടേണ്ടതല്ലേ. എന്നാ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെന്ന് കരുതി. ഈ തമാശയെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന്. അല്ല, മോൾക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞില്ലേ? പഠിക്കാവൊന്നുമില്ലേ? ഇനി മറ്റന്നാൾ കൂടി എക്സാം ഉള്ളൂ അങ്കിൾ. അതിൽ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന സബ്ജക്റ്റാ. ഇനിയൊന്ന് റിവൈസ് കൂടി ചെയ്താൽ മതി. ഓ, ഭയങ്കര പഠിപ്പുള്ള പുള്ളിയാ. കണ്ടില്ലേ ആ ഉത്തരവാദിത്വം? ശരി ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ. വെറുതെ പിള്ളേരുടെ വായിച്ചത് കയറണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഒടുക്കത്തെ ഒരു നടുവേദന. അതെ, ആ പെൺകൊച്ചും തള്ള ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. എന്താ എന്താ കാര്യം? അവള് കിഷന്റെ ഡ്രസ് വരെ നനച്ചു കൊടുത്തോണ്ടിരിക്കുക. ഓ, അതുകൊണ്ടാണ് ശരിയാവത്തില്ലെന്ന് പറഞ്ഞത്. അവള് കിഷന്റെ ഡ്രസ്സ് നനച്ചെടുത്തുണ്ടെങ്കിലേ അവളുടെ അമ്മയുടെ ഡ്രസ്സ് ഞാനാ നനച്ചെടുത്തത്. നീയോ? അതിന്റെ കാര്യം എന്താ? അതിന്റെ കാര്യം എന്തെന്ന് എനിക്കറിയത്തില്ല. അലക്ക ഇട്ടേന്റെ കൂടെ അവളുടെ ഡ്രസ്സ് കൂടി കണ്ടു. ഞാൻ ചോദിച്ചപ്പോ പറയാ, എന്തായാലും അലക്കണല്ലോ, അതിന്റെ കൂട്ടത്തിൽ ഇതും അങ്ങ് അലക്കാൻ. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിലേ എല്ലാത്തിനെയും വരിട്ട് എന്നെ അലക്കിയേനെ. ഇനിയിപ്പൊ നിങ്ങൾ അതിന്റെ പേരിൽ ചോദിക്കാനും പറയാനും ഒന്നും നിക്കണ്ട. തള്ളെ പോലെ അല്ല ആ മോള്. അവള് സ്നേഹമുള്ള കൂട്ടത്തില. വീട്ടു ജോലികളിൽ ആവും പോലെ അവൾ എന്നെ സഹായിക്കുന്നുണ്ട്. അമ്മ, നീ ഇരിക്ക്. നല്ല അസല് സീരിയലാ ഇവരുടെ. അമ്മ ഏത് നേരം ഇങ്ങനെ TV കണ്ടോണ്ടിരുന്ന എങ്ങനെയാ? പിന്നെ എനിക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? അതെ, വനജാന്റിക്ക് നടുവേദനയാ. അതും വെച്ചോണ്ട് അവർ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഭാഗ്യം, എനിക്ക് നടുവിന് ഒരു കുഴപ്പമില്ല. അമ്മേ, ഏത് നേരം ഇങ്ങനെ TV കണ്ടോണ്ട് വെറുതെ ഇരുന്നാലേ ആന്റിക്കും അങ്കിളിനൊക്കെ എന്താ തോന്നുക? ഇനിയിപ്പം അവർക്കൊന്നും തോന്നിയില്ലെങ്കിൽ തന്നെ അത് ശരിയല്ലല്ലോ. ദേ, നമ്മൾ ഈ വീട്ടിൽ താമസിക്കുമ്പോ ഇവിടുത്തെ ജോലികളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? അയ്യോ, അതൊന്നും പാടില്ല മോളെ. അതവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യാവും. എന്ത് ഇൻസൾട്ട്? അവരുടെ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ താമസിക്കുമ്പോ
ഈ വീട്ടിലെ ജോലികളൊക്കെ നമ്മൾ ചെയ്താ അതവരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? വനജേ, വനജേ, ആ എന്താ ഇന്ദുമതി വിളിച്ചത്? അതെ, ഞങ്ങള് നിങ്ങളുടെ അതിഥികളല്ലേ? അതെ. ആ, അതിഥികളായിട്ട് വന്ന് താമസിക്കുന്നവര് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത അതിന്റെ ക്ഷീണം നിങ്ങൾക്കല്ലേ? എന്താ ഞാൻ ചോദിച്ച ശരിയല്ലേ വനജെ? അതിഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും ജോലി ചെയ്യാൻ പറയുന്നതും ശരിയാണോ? അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അതെ, അതിഥി ദേവന്മാരെ പോലെയാ. അവര് വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുത്. മറിച്ച് അവരെപ്പോഴും സുഖമായിട്ട് ഇരിക്കുകയും വേണം. അല്ലേ നാഗപ്പൻ ചേട്ടാ? ശരിയാ. എന്നാ ദേവത ഇരുന്നുള്ളൂ. ഓ, വനജേ, വല്ല കാപ്പിയോ ചായ ഇട്ട് കൊടുത്തേക്ക്. ഇന്ന് കഴിക്കാനും കൂടി എടുത്തോ. എന്തോ അമ്മ ഇത്? ഓ, കൊടു. എന്തോ പറഞ്ഞേ? ഇരിക്ക്. എന്റെ വിഷ്ണുവായ ഭഗവതി, മണി 5:30 കഴിഞ്ഞല്ലോ. സ്കൂളിൽ പോയ ചെറുക്കൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, 5:30 കഴിഞ്ഞോ? ഈ ചെറുക്കൻ എന്റെ ഇത്രയും ലേറ്റ് ആവുന്നത്? എത്ര തല്ലുകൊണ്ടല്ലോ, അവൻ പഠിക്കില്ലല്ലോ അമ്മ. എനിക്കറിയാൻ വയ്യ എന്റെ ദൈവമേ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് അവനിങ് എത്തിയാ മതിയായിരുന്നു. ഇല്ലെങ്കില് ഇന്നും തല്ലുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ പുറം പൊളിയും. അമ്മ ഇപ്പോഴും അവന്റെ സൈഡാണല്ലേ? 4:30 സ്കൂള് വിട്ടാ വീട്ടിലെത്താൻ 1.5 മണിക്കൂറോ? അതിനമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാടി? അവന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയത് നമ്മുടെ കൂടി കുഴപ്പം കൊണ്ടല്ലേ? ആ, അമ്മ ഇങ്ങനെ അവനെ ന്യായീകരിക്കുന്നതാ ഏറ്റവും വലിയ കുഴപ്പം. ദേ, അവൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചു പറ. അച്ഛൻ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ അച്ഛൻ പിടിച്ചോണ്ട് വരും. വേണ്ട മോളെ, അവൻ ഇതുവരെ വന്നില്ല എന്ന് അറിഞ്ഞാല് നിന്റെ അച്ഛൻ വരുമ്പോ ദേഷ്യം മുഴുവൻ അവനോട് തീർക്കും. വെറുതെ എന്തിനാ നമ്മളായിട്ട് അവനെ തല്ലുകൊള്ളിക്കുന്നെ? ഞാനൊരു കാര്യം ചെയ്യാം. ആ അവന്തികയുടെ വീട്ടിൽ പോയി അവനെ എവിടെയെങ്കിലും ഒന്ന് കണ്ടോന്ന് ചോദിക്കാം. അവൾ അവനെ എങ്ങനെ കാണാനാ? അവള് 10-ലല്ലേ? സ്കൂള് വിട്ട വീട്, വീട് വിട്ട സ്കൂള്, അതല്ലേ അവളുടെ രീതി. എന്നാലും ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ചോണ്ട് വരെയും ചെയ്യാലോ. അമ്മയുടെ ഈ കൊഞ്ചിക്കലും ഉപദേശമൊന്നും വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ പുളിവിടി തന്നെ ഇതിനുള്ള ഔഷധം.